ഹലോ എവ്രി വൺ. കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും നാളത്തെ SSLC ഇംഗ്ലീഷ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ഓൾ ദ ബെസ്റ്റ് നേരെയാണ്. ആൻഡ് അടിപൊളിയായിട്ട് ഫോക്കസ് ചെയ്തിട്ട് എക്സാം എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ. എൻ്റെ പ്രാർത്ഥനകളും സ്നേഹവും ഒക്കെ നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കാര്യത്തിലേക്ക് വരികയാണ്. എപ്പോഴും നമ്മളൊരു ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ക്യൂരിയസ് ആയിട്ടൊരു കാര്യമാണ്, ഏത് ചാപ്റ്ററിൽ നിന്നായിരിക്കും ഏത് പോയിന്റിൽ നിന്നായിരിക്കും അപ്രിസിയേഷൻ അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ ചോദിക്കാം. അതിനുള്ള ഉത്തരവായിട്ട് അല്ലെങ്കിൽ എൻ്റെ പെർസ്പെക്റ്റീവ്, എൻ്റെ തോട്ട്സുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഏത് പോയത്തിൽ നിന്നാണ് അപ്രിസിയേഷൻ ചോദിക്കുക എന്നത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഏതൊക്കെ പോയിന്റ്സിൽ നിന്നാണ് നിരന്തരമായി അപ്രിസിയേഷൻ ചോദിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പാറ്റേൺ നോക്കിയാൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ തവണ അപ്രിസിയേഷൻ ചോദിച്ചത് ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൺ എന്നാണ്. ദെൻ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്നാണ്. ഈ വർഷം നിങ്ങൾ നോക്കണ്ട, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്നും ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൺ എന്നും അപ്രിസിയേഷൻ ഉണ്ട്. കാരണം അന്ന് 160 മാർക്കിന്റെ കൊറോണ സീസണിൽ നടന്ന പരീക്ഷയായിരുന്നു. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, മോഡൽ എക്സാം 2025 ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൺ അപ്രിസിയേഷൻ ചോദിച്ചതുകൊണ്ട് ഇനിയും ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൺ പബ്ലിക് എക്സാമിന് അപ്രിസിയേഷൻ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അടുത്ത പോസിബിലിറ്റി കൊടുക്കുന്നത് എവിടെയാണ്? ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ്ങിലാണ്. ഉറപ്പായിട്ടും ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ് നിങ്ങൾ പഠിക്കണം, പഠിക്കാതെ പോരുത്. പക്ഷേ നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്ന 2 പോയംസ് ഞാൻ പറയാം. ഒന്നാമത്തെ പോയം ഏതാണ്? ഒന്നാമത്തെ പോയം മദർ ടു സൺ ആണ്. മദർ ടു സൺ ആക്ച്വലി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പോയമാണ്. 20 ലൈൻസേ ഉള്ളൂ. അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, അടുത്തത് പോയട്രിയാണ്. അടുത്ത എന്താണ്? പോയട്രിയാണ്. സോ മദർ ടു സണ്ണിനും പോയട്രിക്കുമാണ് നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത്. കാരണം എനിക്കറിയാം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ്ങും ദെൻ ഈ പറയുന്ന ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗണൊക്കെ നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ 2 പോയംസ് ശ്രദ്ധിക്കാതെ നിങ്ങൾ എക്സാമിന് പോരുത്. അതിനർത്ഥം ബ്ലോയിങ് ഇൻ ദ വിൻഡ് വായിക്കരുതെന്നാണോ? അല്ല, ബ്ലോയിങ് ഇൻ ദ വിൻഡ് ഒന്ന് വായിച്ചു പോകണം, അത്രേ ഉള്ളൂ. ഓക്കെ, ദെൻ പോയം കോംപ്രിഹെൻഷനിലേക്ക് വരുവാണെങ്കിൽ ഇതാണ് കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ഒരു പാറ്റേൺ, ട്രെൻഡ് എന്ന് പറയുന്നത്. ആൻഡ് മോഡൽ എക്സാം 2025 നമ്മളിപ്പോൾ എഴുതിയ എക്സാമിൽ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്നാണ് കോംപ്രിഹെൻഷൻ ചോദിച്ചത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? കോംപ്രിഹെൻഷൻ അവിടെ നിന്ന് ചോദിക്കാറില്ല, അല്ലെങ്കിൽ ഇനി ചോദിക്കില്ല. ആൻഡ് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ബാലഡ് നിന്ന് കോംപ്രിഹെൻഷൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ബാലഡ് അത്രയും ഇഷ്ടപ്പെട്ടൊരു പോയമാണ് ഈ ചോദ്യകർത്താക്കൾക്ക്. എന്നാൽ അതുപോലെ കോംപ്രിഹെൻഷൻ ചോദിക്കാൻ സാധ്യതയുള്ള പോയംസ് ഉണ്ട്. അതിലൊന്ന് ഞാൻ കരുതുന്നത് ബ്ലോയിങ് ഇൻ ദ വിൻഡ് ആണ്. ബ്ലോയിങ് ഇൻ ദ വിൻഡ് ആണ്. മറ്റൊന്ന് ഞാൻ കരുതുന്നത് വീണ്ടും ആ കൂട്ടത്തിൽ കോംപ്രിഹെൻഷൻ ചോദിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, പോയം എന്ന് പറയുന്നത് പോയട്രിയാണ്. സോ ഇവിടെ ഫോക്കസ് ചെയ്യണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതെൻ്റെ പെർസ്പെക്റ്റീവാണ്, എൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് എന്ന് മാത്രം കൃത്യമായി ഞാൻ പറയുന്നു. ആൻഡ് ഇതൊക്കെ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇന്ന് വൈകുന്നേരം ഞാനും JD സാറും ലൈവിൽ വരുന്നുണ്ട്. നമ്മൾ മുഴുവൻ ഡിസ്കോഴ്സുകളും ഗ്രാമർ ടോപ്പിക്കുകളും ആ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലൈവിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും. സോ എല്ലാവരും അവിടെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. താങ്ക് യു എവ്രിബഡി ആൻഡ് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് അഗൈൻ.